ഹായ് ഗൈസ്, വെൽക്കം ടു വീലൻ. സാധാരണയായി നമുക്ക് എക്സാമിന് ചോദിക്കുന്നൊരു ചോദ്യമാണ് പ്രോഫിറ്റും അതുപോലെ തന്നെ ലോസും, ലാഭവും നഷ്ടവും. നമുക്കിവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. കോസ്റ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് 1200. അതായത് ഒരു വസ്തു അത് വാങ്ങിയ വില എന്ന് പറയുന്നത് 1200 ആൻഡ് സെല്ലിംഗ് പ്രൈസ് ഈസ് 1500. അത് വിറ്റ വില എന്ന് പറയുന്നത് 1500. അങ്ങനെയെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭമാണ്. അപ്പോൾ ഇതിൻ്റെ ലാഭം, അതായത് അദ്ദേഹം വാങ്ങിച്ചു അതുപോലെ തന്നെ വിറ്റു. അപ്പോൾ ആ വിറ്റ സമയത്ത് അദ്ദേഹത്തിന് ലഭിച്ച ലാഭം എത്ര ശതമാനമാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം 1200 മേടിച്ചൊരു വസ്തു 1500 വിൽക്കുന്ന സമയത്ത് അതിൻ്റെ ലാഭം എന്ന് പറയുന്നത് എത്രയാണ്? ലാഭം എന്ന് പറയുന്നത് 300 രൂപയാണ്. ഓക്കെ, ഇനി ഇതിന് എത്ര ശതമാനമാണ് നമ്മുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് കാണാനായിട്ട് വളരെ എളുപ്പമാണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കിത് തമ്മിലുള്ള ഡിഫറൻസ്, അതായത് നമുക്ക് വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ടുള്ള ഈ 300നെ നമ്മുടെ വാങ്ങിയ വില കൊണ്ട് ഹരിക്കുക, എന്നിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കിതാ ഈ 2 0 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 2നെ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 2, 300നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 50. ദെൻ ഫർദർ നമുക്ക് ഈ 2നെയും 50നെയും തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 25. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? 25% ആണ്. ഓക്കെ, സോ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ 25%ലേക്ക് എത്തിയത്? നമ്മൾ ആ വസ്തു വാങ്ങിയ വില എന്ന് പറയുന്നത് 1200, അത് വിറ്റ വില എന്ന് പറയുന്നത് 1500. ഇവ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ഈ കേസിൽ ലാഭമാണ്, നമുക്ക് പ്രോഫിറ്റാണ്. ഇവ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 300. ആ ഡിഫറൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഒറിജിനൽ വില, ഓക്കെ, അദ്ദേഹം വാങ്ങിയ വില കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ലഭിക്കും. അങ്ങനെ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? 25%. സോ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. The cost price of an article is 960 and selling price is 800. Find the loss percentage. ഒരു വസ്തു വാങ്ങിയ വില എന്ന് പറയുന്നത് 960 രൂപയാണ്. അതുപോലെ തന്നെ അത് വിറ്റ സമയം ലഭിച്ചതെന്ന് പറയുന്നത്, സോ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 800. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ലോസ് പെർസെൻറ്റേജ് ആണ്. നഷ്ടം എത്ര ശതമാനമാണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഇപ്പം പ്രോഫിറ്റ്, അതായത് ലാഭത്തിൻ്റെ ശതമാനം കാണാനും നഷ്ടത്തിൻ്റെ ശതമാനം കാണാനും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുവെക്കുക. അപ്പം ഡിഫറൻസ് അല്ലെങ്കിൽ നമ്മുടെ നഷ്ടം എന്ന് പറയുന്നത്, ഡിഫറൻസ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത് എത്രയാണ്? 160 രൂപയാണ്. ഓക്കെ, സോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഈ 160 ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ്. ഒറിജിനൽ പ്രൈസ് എത്രയാണ്? 960 ഇൻറ്റു 100. നമുക്ക് ഈ 0 ഇതും തമ്മിൽ വെട്ടിക്കളയാം. അതുപോലെ തന്നെ 16 ഇൻറ്റു 6 96 എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ എത്ര വരും? 100/6 വരും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. സോ ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. നമുക്ക് ലാഭം കാണാനും നഷ്ടം കാണാനും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് തുകകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക, ആ ഡിഫറൻസിനെ ഒറിജിനൽ പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരമായി. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. റേഷ്യോ ഓഫ് കോസ്റ്റ് പ്രൈസ് ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ഈസ് 4:3. ഫൈൻഡ് ദ ലോസ് പെർസെൻറ്റേജ്. അത് നമുക്ക് ഇങ്ങനെ പറയാം. 4 രൂപയ്ക്ക് മേടിച്ചൊരു വസ്തു 3 രൂപയ്ക്കാണ് വിറ്റത്. വളരെ ചുരുക്കത്തിൽ അങ്ങനെ പറയാം. ഈ റേഷ്യോ ഇങ്ങനെ തരുമ്പോഴത്തേക്ക് ഏറ്റവും എളുപ്പത്തിൽ പറയാൻ സാധിക്കുന്നതാണ്. 4 രൂപയ്ക്ക് മേടിച്ചൊരു വസ്തു അത് അദ്ദേഹം വിറ്റത് എത്രയ്ക്കാണ്? 3-നാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഡിഫറൻസ് എത്രയാണ്? 1 രൂപയാണ് നമുക്ക് നഷ്ടം വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം. ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 4, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3, ലോസ് എന്ന് പറയുന്നത് എത്രയാണ്? ലോസ് എന്ന് പറയുന്നത് 1. അങ്ങനെ പെർസെൻറ്റേജ് കാണാൻ എളുപ്പമല്ലേ? 1/4 ഇൻറ്റു 100. 1/4 ഇൻറ്റു 100 എത്രയാണ്? 25%. ഇത്രയേ ഉള്ളൂ റേഷ്യോ ആയിട്ട് തന്നാൽ നമുക്ക് ലോസ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണുവാനായിട്ട്.
നമ്മുടെ നാലാമത്തെ ചോദ്യം ഇതാണ്. ഇഫ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ഈസ് 4 ടൈംസ് ഇറ്റ്സ് സെല്ലിംഗ് പ്രൈസ് ഫൈൻഡ് ദ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ്. അതായത് ഇയാളൊരു വസ്തു മേടിച്ചു, അതിൻ്റെ വാങ്ങിയ വില എന്ന് പറയുന്നത് എത്രയാണ്? 4 ടൈംസ് ഓഫ് സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, അപ്പോൾ വാങ്ങിയ വില എന്ന് പറയുന്നത് നമുക്ക് 4 എടുക്കാം. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ടൈംസ് അല്ലേ, അപ്പോൾ അതിന് 1 എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര വരും? ഡിഫറൻസ് എന്ന് പറയുന്നത് 3 വരും. അതായത് ഇദ്ദേഹം 4 രൂപയ്ക്ക് മേടിച്ചത് അദ്ദേഹം വിറ്റത് എത്രയ്ക്കാണ്? 1-നാണ്. അപ്പോൾ അതെന്താണ്? അത് ലോസാണ്. ലോസ് എത്രയാണ് അദ്ദേഹത്തിന് വന്നേക്കുന്നത്? 3 രൂപയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ലോസ് പെർസെൻറ്റേജ് ആണ് നമുക്ക് കണ്ടത്. അപ്പോൾ ലോസ് പെർസെൻറ്റേജ് എന്ന് വരും 3 നമ്മൾ വാങ്ങിയ വില എത്രയാണ്? 4 ആണ്. 3/4 × 100 എത്രയാണ്? 75% വരും അദ്ദേഹത്തിന് വന്ന നഷ്ടം എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും ഡെഫിനറ്റ്ലി പറയുക. ഓക്കെ, താങ്ക് യു.